വന്ദനമേ വന്ദനത്തിനും യോഗ്യനേ വന്ദനത്തിനും യോഗ്യനേ കാൽവരി ദർശനം കാണുന്നെൻ മുൻപിലായി കാൽവരി ദർശനം കാണുന്നെൻ മുൻപിലായി അൻപിനാലുള്ളവും കണ്ണും നിറയും അൻപിനാലുള്ളവും കണ്ണും നിറയും വന്ദനമേ യേശുരക്ഷകനിൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനും യോഗ്യനേ വന്ദനത്തിനും യോഗ്യനേ പാപവും ശാപവും രോഗവും നീങ്ങിനാൻ പാപവും ശാപവും രോഗവും നീങ്ങിനാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ വന്ദനമേ യേശുരക്ഷകനിൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനും യോഗ്യനേ വന്ദനത്തിനും യോഗ്യനേ ഇടകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം ഇടകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും വന്ദനമേ സുരക്ഷകനിൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനും യോഗ്യനേ വന്ദനത്തിനും യോഗ്യനേ പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരലോക തുല്യമെൻ വിശ്വാസ സേവനം പരലോക തുല്യമെൻ വിശ്വാസ സേവനം വന്ദനമേ യേശുരക്ഷകനിൻ നായകനേ വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ഒരുമിച്ച് വലിയവനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം ഒരു അവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയല്ലോ. അത് ഓർത്ത് കർത്താവിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തയ്ക്കായി ഉത്തമഗീതം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുന്നു. ഉത്തമഗീതം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. അവൻ തൻ്റെ അധരങ്ങളിൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസമായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് ഉത്തമഗീതം. ആ 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് സഭയ്ക്കുള്ള സ്നേഹം, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിനോട് സഭയ്ക്കുള്ള സ്നേഹം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിനോട് സഭയ്ക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കാരണം തൻ്റെ ചങ്കിലെ ചോര കൊടുത്താണ് സഭ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. സഭയെന്ന് പറയുമ്പോൾ സകല മാനവരാശിയുടെ മേലും ക്രിസ്തു ചൊരിയപ്പെട്ട രക്തം, ശകലം പോലും രക്തം തൻ്റെ ശരീരത്തിലില്ലാതെ അവസാനത്തുള്ളി തൻ്റെ ജനത്തിന് ഊറ്റിക്കൊടുത്ത്, ആ സ്നേഹമാണ് സഭയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹം. നോക്കിയേ,
ക്രിസ്തുവിനോട് സഭയ്ക്കുള്ള സ്നേഹമാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അവിടെ ഇങ്ങനെയാ വായിച്ചത്, അവൻ തൻ്റെ അധരങ്ങളിൽ, സ്തോത്രം, എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസമായിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ കർത്താവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു അല്ലേ? കാരണം വേറെ ഒരു വ്യക്തിക്കും പകരം കൊടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയും നമുക്ക് പകരം നൽകാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി സകലത്തെയും കൊടുത്തെങ്കിൽ, തൻ്റെ ജീവനെ വരെ കൊടുത്തെങ്കിൽ, ഈ പ്രഭാതത്തിൽ സഭയോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടോ? സ്തോത്രം. ആമേൻ. അത്രത്തോളം സഭയ്ക്ക് കർത്താവിനോട് ഒരു കടപ്പാടുണ്ടല്ലേ? സ്തോത്രം. കാരണം ഇത്, ആമേൻ, ഒരു മനുഷ്യൻ്റെ സഭയല്ല, കർത്താവിൻ്റെ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആകുമ്പോൾ ആമേൻ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ സഭയോടുള്ള സ്നേഹമാണ്, ആ സഭയ്ക്ക് ഉള്ള സ്നേഹമാണ് ക്രിസ്തുവിനോട്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സഭ എപ്പോഴും കർത്താവിനെ സ്നേഹിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ഉപവാസത്തിലും ആമേൻ നല്ല നടപ്പിലുമൊക്കെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ആമേൻ തയ്യാറാകാറുണ്ട്. ആമേൻ. ഒന്നുകൂടെ ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ആമേൻ 3000 സദൃശവാക്യം പറയുന്നു. അവൻ്റെ ഗീതങ്ങൾ 5005 സ്തോത്രം. കണ്ടോ? അപ്പോ ഒന്ന്, ഈ ഉത്തമഗീതത്തിനകത്തുള്ള ദൂതുകൾ, ഉത്തമഗീതത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും അത് കർത്താവിനോടുള്ള സ്നേഹം, മണവാളന് മണവാട്ടി സഭ, മണവാട്ടി എത്രത്തോളം മണവാളിനെ സ്നേഹിക്കുന്നു എന്നുള്ള ആധികാരികത അതിശക്തമായി ഇതിനകത്ത് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. ഒരു പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും ആമേൻ നടത്തുന്ന സംഭാഷണങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രേമഗീതത്തോടെയാണ്, അതിൻ്റെതായ നിലയിലുള്ള ഒരു പരമ്പരയാണ് ഉത്തമഗീതം. സ്തോത്രം. യഹൂദന്മാർ സാധാരണക്കാരായ ഈ ഗീതങ്ങൾ ദൈവവും തൻ്റെ ജനവുമായുള്ള ബന്ധത്തെയും, ക്രിസ്ത്യാനികൾ സാധാരണയായി ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയും കാണിക്കുന്നതായി ആമേൻ വ്യക്തമാക്കുന്നൊരു പുസ്തകമാണ് ഉത്തമഗീതം. മണവാട്ടിയായ സഭ എത്രത്തോളം മണവാളിനെ സ്നേഹിക്കുന്നു എന്നുള്ള ആഴത്തെ ചൂണ്ടിക്കാണിക്കുന്നു. സ്തോത്രം. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നു, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ആമേൻ. അതുപോലെ അല്ല ഇത് അതിനേക്കാളും ശ്രേഷ്ഠകരമായി സഭകൾ കർത്താവിനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാട്ടിലൊക്കെ നമ്മൾ പാടാറുണ്ടല്ലേ? ആമേൻ. നിത്യമായ ആ സ്നേഹം, സഭയോടുള്ള ആ സ്നേഹം അല്ലേ? സഭ കർത്താവിനെ എപ്പോഴും സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. അപ്പൊ നോക്കൂ, ആമേൻ, 4-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ തൈലം സൗരഭ്യവാസന ആയത്, സ്തോത്രം, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം.
നോക്കൂ, ഈ പുസ്തകത്തിനകത്ത് കർത്താവിനെ എത്രത്തോളം മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ അത്രത്തോളം ഈ പുസ്തകത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പുസ്തകം. ഇന്ന് പകലിന് ദൈവകുഞ്ഞെ, നീ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? നീ എത്രത്തോളം ദൈവത്തെ ആമേൻ ബഹുമാനിക്കുന്നുണ്ട്? എത്രത്തോളം ദൈവത്തെ ആമേൻ ദൈവനാമത്തെ ഉയർത്തുന്നുണ്ട്? ആമേൻ. ക്രിസ്തുവിനോട് സഭയ്ക്കുള്ള സ്നേഹമാണ്. എന്നാൽ ഉത്തമഗീതം 4-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ സോദരി, എൻ്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം! വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമം, ആമേൻ, പ്രേമവും സകലവിധ സുഗന്ധവർഗങ്ങളെക്കാൾ നിന്റെ തൈലത്തിൻ്റെ പരിമളവും എത്ര രസകരം. പ്രൈസ് ദി ലോർഡ്. വളരെ ചന്തമായിട്ടും വളരെ ആമേൻ ഏതൊരു മനുഷ്യനും വായിച്ച് അതിനെ ധ്യാനിക്കുവാൻ കണക്കിന് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ആമേൻ പ്രൈസ് ദി ലോർഡ് അരകെട്ടി ഉറപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏറ്റവും കൂടുതൽ ആമേൻ സ്തോത്രം, ആമേൻ, കർത്താവിൻ്റെ ആ സാന്നിധ്യം, സഭ എത്രത്തോളം യേശു കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, സഭ എത്രത്തോളം കർത്താവിനെ മഹത്വപ്പെടുന്നുണ്ട്. സ്തോത്രം. എല്ലാം ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ദൈവപൈതലേ. എന്നാൽ 1-ാമത്തെ അധ്യായത്തിനകത്ത് നിരവധി ദൂതുകൾ നിറയപ്പെട്ടിരിക്കുമ്പോൾ, ഉത്തമഗീതം 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ആഴമേറിയ ദൂതുകൾ. എന്നാൽ ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, 7-ാമത്തെ അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ദൂത് അതിശക്തമായി വിളിച്ചു പറയുന്നു, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആമേൻ. 45-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഹല്ലേലൂയ. ആമേൻ. സഭാപ്രസംഗി 7-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 42-ഉം 12-22 നമ്മൾ പഠിക്കുമ്പോൾ, യേശു കർത്താവിനെ എങ്ങനെയൊക്കെ ഉയർത്തുവാൻ കഴിയുമോ, എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ കഴിയുമോ, അതുപോലെ സ്വീകരിക്കുന്ന ഒരു തലമാണ് ഉത്തമഗീതം എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് സഭയ്ക്കുള്ള സ്നേഹം, എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ അത്രത്തോളം ഈ തലമുറയിൽ സ്നേഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. 1-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, അവൻ തൻ്റെ അധരങ്ങളിൽ സ്തോത്രം എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാളും രസമായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന് നമുക്ക് ഇത് പകൽക്കാലം നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹത്തെ അല്പം പോലും കുറയാതെ മുൻപിലോട്ട് ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ സഭയായി സഹായിക്കണമേ. ഓരോരുത്തരെയും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപയുടെ മറവിൽ മറയ്ക്കണം, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.